ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും. തൻ്റെ അടുക്കൽ വന്ന ശിഷ്യരോട് യേശു പറഞ്ഞു, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യേശു വീണ്ടും പ്രഭാഷണം തുടർന്നു. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്ന ഏവനും തുറക്കപ്പെടുന്നു. എന്നിട്ട് യേശു അവരോട് പറയുകയാണ്, ഒരു മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും അവന് കല്ല് കൊടുക്കുമോ? മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? നിങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കില്ല. നിങ്ങൾ അപ്പം ചോദിച്ചാൽ അപ്പം തന്നെ കൊടുക്കത്തുള്ളൂ. നിങ്ങൾ നല്ലതാണ് കൊടുക്കുന്നത്. അതെ, മക്കൾക്ക് നിങ്ങൾ നല്ലത് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതല്ല ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ നല്ലത് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവസാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവിനെ അധികമായി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ദൈവസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ അസാധ്യതകളെ സാധ്യമാക്കും. വരണ്ട അനുഭവത്തെ ഒരു നീരുറവയാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. പ്രിയപ്പെട്ടവരെ, മരുഭൂമി ഒരു വനമാകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വനത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? നല്ല ഈടുറ്റ തേക്കിൻ്റെ ഈട്ടിയുടെയൊക്കെ തടികളുണ്ട്. അങ്ങനൊരു ചിത്രം മരുഭൂമിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ ഇപ്പോൾ അതൊന്നും ഇല്ല. എന്നാൽ ദൈവം അതൊക്കെ വിളിച്ചു വരുത്തും. അർത്ഥാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത്, നിങ്ങൾക്ക് അസാധ്യമായത് ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. ദൈവം നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കും. പാപത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മുൻപിലെ തടസ്സങ്ങളെയെല്ലാം ദൈവം നീക്കും. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതികൾ മാറാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ആർത്തിയുള്ളവനാണ് ദൈവം തൃപ്തി നൽകുന്നത്. വിശപ്പുള്ളവനാണ് ദൈവം നന്മകളാൽ നിറയ്ക്കുന്നത്. അങ്ങനെ ഒരു ദാഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. മാൻനിർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവം, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.